കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തവണ ഞാനും അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ പോവാണ് കേട്ടോ. ഗുരുവായൂർ പോവാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരാറ്. ഞാനന്ന് +1 പഠിക്കുന്ന സമയമായിരുന്നു. അന്നതുപോലെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഗുരുവായൂർ പോകാൻ നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണമെന്നുണ്ട്, പക്ഷേ എന്തോ പോകാനും തോന്നുന്നില്ല. പക്ഷേ എത്രയായാലും ഗുരുവായൂർ പോകുന്നതല്ലേ, രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഇഷ്ടക്കേട് കാണിച്ച് പോകുന്നതല്ലേ, എന്തെങ്കിലും ഒരു പണി കിട്ടാതെ ഇരിക്കില്ല എന്ന്. അന്ന് തിരക്ക് കുറവായിരുന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഫുള്ളും എനിക്കൊരു ടെൻഷനായിരുന്നു, ഭഗവാനെ കാണാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ഇഷ്ടക്കേട് കാണിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്ന് ഉള്ളിൽ കയറി. ഞാൻ ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയപ്പോഴേക്കും നട അങ്ങോട്ട് ഒറ്റയടിക്ക് അടച്ചു. എൻ്റെ അടുത്തുണ്ടായ സെക്യൂരിറ്റി ചേച്ചി ആണെങ്കിൽ എന്നെ പിടിച്ച് മാറ്റും ചെയ്ത് എൻ്റെ ബാക്കിലുണ്ടായ അമ്മേനെ അച്ഛനെയൊക്കെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു 2 മിനിറ്റ് എന്ത് പൂജയാണ്, അത് കഴിഞ്ഞിട്ട് കാണാമെന്ന്. എനിക്കപ്പം കരയണോ ചിരിക്കണോ എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. എൻ്റെ തൊണ്ടയൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറിഞ്ഞിട്ട് എനിക്ക് സങ്കടം വന്നു. ഞാനാണെങ്കിൽ ഭഗവാനെ കണ്ടതുമില്ല. എന്നെ മുന്നിൽ നിന്ന് അവിടുന്ന് മാറ്റും ചെയ്ത് ശ്രീകോവിൽ അപ്പം അടക്കും ചെയ്തു. അങ്ങനെ ഞാൻ ചുറ്റമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി പറഞ്ഞു, ഇപ്പോൾ തിരക്ക് കുറവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കയറിയിട്ട് കാണാമെന്ന്. അത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്ക് സമാധാനമായത്. അങ്ങനെ വേഗം കയറി നല്ല അടിപൊളിയായിട്ട് ഭഗവാനെ തൊഴുത്. മാത്രമല്ല അവിടെ ഉണ്ടായ സെക്യൂരിറ്റി ആണെങ്കിൽ അപ്പം എന്നെ മാറ്റിയതുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഭഗവാനെ തൊഴുതിട്ടിരുന്ന് ഇറങ്ങി. അങ്ങനെ സന്തോഷത്തോടെ പുറത്തിറങ്ങിയപ്പോൾ ചുറ്റുവിളക്ക് കത്തിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കിയിരുന്നു കേട്ടോ, ആരെങ്കിലും എനിക്കും ഒരു വടി കൊണ്ടു തന്നെങ്കിൽ എനിക്കും ആ വിളക്ക് കത്തിക്കായിരുന്നത്. പെട്ടെന്ന് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ ഇത് കത്തിച്ചു പറഞ്ഞിട്ട് ആ വലിയ നീണ്ട വടി എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ അന്ന് ചുറ്റുവിളക്കും കത്തിച്ചു ഭഗവാനെയും തൊഴുത് സന്തോഷമായിട്ട് ഇറങ്ങി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഗുരുവായൂർ പോകാൻ മടി കാണിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബായ്.